കുഞ്ഞിമ കുഞ്ഞിമ മമ്മ കഴിക്കുക, മമ്മ കഴിക്കുക. കൊടുക്കൊക്കെ ചിക്കൻ കൊടുക്കട്ടെ കുട്ടിക്ക്. താഴോട്ട് കൊടുക്കണം അവനക്ക്. എന്നാൽ ഞാൻ കഴിച്ച് പാത്രത്തിൽ വെച്ചു കൊടുത്തു. എന്നാൽ പൊഞ്ഞില്ല കഴിച്ചു. ഇത് നിങ്ങളുടെ കുട്ടാപ്പി മകൻ പിണങ്ങി നിൽക്കുന്നുണ്ട് അവിടെ. അവന് താഴെ എടുത്തുകൊണ്ട് കഴിക്കും. ഇതാ ഒരാൾ എന്താ ചോദിക്കുക കുട്ടാപ്പിനോട്. അവന് നോക്കണണ്ട, എനിക്കില്ല ആപ്പയത് എനിക്ക് തന്നില്ല എന്ന്. എന്താ ഈ പാത്രത്തിൽ വെച്ചു കഴിച്ചു. പിന്നെ കഴിച്ചാ അവിടെ വെച്ചിട്ടുണ്ടല്ലോ. അവനങ്ങനെയൊന്നുമില്ല. ഫ്രഷ് ആയിട്ടുള്ള ചിക്കൻ, മീന് ഇതൊക്കെ വേണം. എല്ല് മറ്റേ എല്ലും കുറച്ച് ഇതൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, കറിയൊക്കെ ആയി കൊടുത്താൽ കഴിക്കില്ല. ഇന്ന് അടുത്ത ആൾ വന്നു. നിന്റെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്ന് കുട്ടാപ്പിൻ്റെ ഒരു തല്ലും കൊണ്ടിട്ടിരിക്കുകയാണ്. അതിൻ്റെ കാര്യമുണ്ടോ പ്രസാദ് കഴിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ വീട്ടിൽ ടേബിളും ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഇത് എങ്ങനെ ഒരുമിച്ച് ഒരു നേരം എങ്ങനെ രാവിലെ ഒരുമിച്ച് കഴിക്കും. അത് പറഞ്ഞാൽ ഒരുമിച്ച് പറയുമ്പോൾ സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ റൂമിലിരുന്ന് ഇങ്ങനെ കഴിക്കും. അല്ലാത്ത ദിവസം ഞങ്ങൾ അവിടെ ഹാളിൽ ടേബിൾ ഉണ്ടല്ലോ, അവിടെ ഇരുന്ന് കഴിക്കും. സ്കൂളുള്ള ദിവസം പിള്ളേർ രാവിലെ വേഗം കഴിച്ചിട്ട് പോകും. പിന്നെ വൈകിട്ട് വരുമ്പോൾ നമ്മൾ ഒരുമിച്ച് രാത്രിക്കുള്ള ഫുഡ് ഒരുമിച്ചാണ് കഴിക്കുക. അത് ഇക്ക പോയപ്പോൾ ഇക്കാൻ്റെ പിന്നാലെ പോകണണ്ട. സ്കൂളില്ലാത്ത ദിവസം 3 നേരം ഒരുമിച്ച് കഴിക്കും. അതിലൊരു നേരം നമ്മുടെ അർഷാദ് ഇപ്പം വേണ്ട എന്നും പറഞ്ഞിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കും. ആ ഒരു നേരം മാത്രം മാറി നിൽക്കും. നമ്മളെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ അവനക്ക് വിശക്കുന്ന സമയത്തായിരിക്കും അവൻ കഴിക്കുന്നത്. അല്ല പിന്നെ ചിക്കൻ കഴിച്ചോ? ഇതുപാട് കുഞ്ഞാണ് എൻ്റെ കുഞ്ഞ്. ബെഡ്ഷീറ്റിനെയൊക്കെ മാന്തി കീറി കാണിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ സത്തുമ്മ വാടി നമ്മുടെ പൊഞ്ഞ